നമ്മളൊരു ഇംഗ്ലീഷ് കോഴ്സ് ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ഫോക്കസ് എന്തായിരിക്കണം? നമ്മളൊരു ഇംഗ്ലീഷിനെ നമ്മൾ കാണുന്നത് ഒരു ഭാഷയായിട്ടാണ്, ലാംഗ്വേജ് ആയിട്ടാണ്. ലാംഗ്വേജ് എന്തിനാണ്? ഫോർ കമ്മ്യൂണിക്കേഷൻ, ഫോർ കോൺവെർസേഷൻ. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? എഴുതുമ്പം സെൻറ്റൻസസ്. നമുക്ക് ഗ്രാമർ എങ്ങനത്തെ ഗ്രാമറാണ് വേണ്ടത്? ഇംഗ്ലീഷ് സെൻറ്റൻസ് ഗ്രാമറാണ് വേണ്ടത്. സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള ഗ്രാമറാണ് വേണ്ടത്. നമ്മൾ ദുർഭാഗ്യവശാൽ സ്കൂളുകളിലും പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും പഠിക്കുന്നത്, ഒരാൾ നമ്മളോട് എന്തെങ്കിലും ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അയാളുടെ സെൻറ്റൻസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ അത് കണ്ടുപിടിക്കാനുള്ള ഗ്രാമറാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്താ കാര്യം? നമുക്ക് വേണ്ടത് നമ്മൾ ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഗ്രാമറാണ്, അല്ലാതെ മറ്റൊരാളുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനുള്ള ഗ്രാമറല്ല. അതുകൊണ്ടാണ് നമ്മളെ തെറ്റുകൾ കണ്ടുപിടിക്കാനും മറ്റുള്ളവരുടെ തെറ്റുകൾ കണ്ടുപിടിക്കാനും വളരെ മിടുക്കരായി മാറുന്നതും, പക്ഷേ സ്വന്തമായിട്ട് ഒരു വിഷയത്തിനെക്കുറിച്ച് ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ പോലും നമുക്ക് പറ്റാതെ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിക്കേണ്ടത് സെൻറ്റൻസ് ഉണ്ടാക്കാനുള്ള ഗ്രാമറാണ്, ഇംഗ്ലീഷ് സെൻറ്റൻസ് ഗ്രാമറാണ് സ്കൂളുകളിൽ പഠിക്കേണ്ടത്. അത് വളരെ സിമ്പിളാണ്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മളെ കോഴ്സിൽ അതുണ്ടോ? ESG ഉണ്ടോ? ഇംഗ്ലീഷ് സെൻറ്റൻസ് ഗ്രാമർ അവർ പഠിപ്പിക്കുന്നുണ്ടോ? ഒരു സെൻറ്റൻസ് എങ്ങനെ ഉണ്ടാക്കണം? എങ്ങനെയാണ് സെൻറ്റൻസ് ഉണ്ടാക്കുക? ഫ്രം അവർ തോട്ട്സിനെ സെൻറ്റൻസ് ആക്കാനുള്ള മെക്കാനിസമാണ് ഗ്രാമർ, സിൻടാക്സ്, ഫോർമാറ്റ് എന്ന് വേണേൽ പറയാം. അത് പഠിപ്പിക്കുന്നുണ്ടോ? സ്കൂൾസിൽ പഠിപ്പിക്കുന്നുണ്ടോ? കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ടോ? അതിനവർക്ക് എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ? സിസ്റ്റം ഉണ്ടോ? ഐഡിയ ഉണ്ടോ? അത് ചോദിക്കാതെ നമ്മളൊരു കോഴ്സ് ചെയ്ത് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് 0 റിസൾട്ടേ കിട്ടാൻ പോകുന്നുള്ളൂ. അവർക്കറിയാത്ത കാര്യം എങ്ങനെയാണ് അവർ നമ്മളെ പഠിപ്പിക്കുക? അപ്പോൾ അത് ചോദിക്കണം നമ്മൾ. നിങ്ങളുടെ കയ്യിൽ ഇംഗ്ലീഷ് സെൻറ്റൻസ് ഗ്രാമർ ഉണ്ടോ? ടെക്നിക്കുണ്ടോ? ഫോർമുല ഉണ്ടോ? മെത്തേഡ് ഉണ്ടോ? ആ സയൻസ് ഉണ്ടോ? ആ ടെക്നിക്കുണ്ടോ? രണ്ടാമത്തെ കാര്യം, നമ്മൾ എന്തിനാണ് ഭാഷ ഉപയോഗിക്കുന്നത്? ടു കണക്ട് വിത്ത് പീപ്പിൾ, ഫോർ കോൺവെർസേഷൻ. അപ്പോൾ കോൺവെർസേഷണൽ ഗ്രാമർ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു കോഴ്സിൽ കൂടി നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് കിട്ടേണ്ടത് ഇംഗ്ലീഷ് കോൺവെർസേഷണൽ ഗ്രാമറാണ്. കോൺവെർസേഷൻ ഒരു പാറ്റേൺ ഉണ്ട്, ഒരു ഗ്രാമർ ഉണ്ട്, ഒരു സിൻടാക്സ് ഉണ്ട്, ഒരു മെത്തേഡ് ഉണ്ട്, ഒരു സ്ട്രക്ചർ ഉണ്ട്. അത് പഠിപ്പിക്കണം, അത് പഠിക്കണം. ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇംഗ്ലീഷ് സെൻറ്റൻസ് ഗ്രാമർ ആൻഡ് കോൺവെർസേഷണൽ ഗ്രാമർ, ഇംഗ്ലീഷ് കോൺവെർസേഷണൽ ഗ്രാമർ. ഇത് രണ്ടും നമ്മൾ പഠിക്കണം. എന്നാലേ നമുക്ക് മറ്റുള്ളവരോട് കോൺവെർസേഷൻ നടത്താൻ പറ്റൂ, മറ്റുള്ളവരുമായിട്ട് ഇംഗ്ലീഷിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പറ്റും. നമ്മളെ തോട്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെൻറ്റൻസ് ആക്കി മാറ്റിയെടുക്കാൻ പറ്റും. താങ്ക് യു.